ഹായ്, ഇറ്റ്സ് മീ മെർലിൻ. ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിന്ന് പോകുന്ന സ്ഥലമാണ് അൽനൂർ ഐലൻഡ്. ഷോർജയിലുള്ള അൽനൂർ ഐലൻഡിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിത് യാത്ര പുറപ്പെട്ടു. നിങ്ങൾ പോരെ എൻ്റെ കൂടെ കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണേ. ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. ഞാനും അതും നല്ലൊരു അന്തരീക്ഷം കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് അതാണെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനിടയ്ക്ക് അവന് കുറേ ആഗ്രഹങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആഗ്രഹം വേറൊന്നുമല്ല, ഞാൻ അതിൻ്റെ അടുത്ത് ചാടിക്കോട്ടെ അമ്മയെന്നൊക്കെ കേട്ടോ എൻ്റെ അടുത്ത് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ അടുത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ അവനെ മുന്നോട്ടേക്ക് കൊണ്ടുവന്നു കേട്ടോ. സോ ഒത്തിരി ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു. കുറേ പേര് ഒറ്റപ്പെട്ടിരിക്കുന്നവർ, കുറേ എന്താ പറയുക, ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർ. നോമ്പ് തുറക്കാനാകുമ്പോഴത്തേക്കും ഫാമിലി ആയിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ വരും കേട്ടോ. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും എന്താ പറയുക, കോമൺ പോയിട്ട് അന്തരീക്ഷം ആവശ്യപ്പെട്ട് വരുന്നവരാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു. ഹസ്ബൻഡാണ് പാർക്കിങ് നോക്കുകയാണ്. അവിടെ ചെന്ന് ആദ്യം കൂട്ടം പാർക്കിംഗ് മെഷീൻ പോയി കൈയിട്ട് ATM നിന്ന് പൈസ വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയാണ് കാർഡ് ഇടണ്ടേന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഞാൻ അവനെ പിടിച്ചെവിടെ കൊണ്ടുവന്നു. ഹസ്ബൻഡാണെങ്കിൽ അവനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഇത് ATM മെഷീൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഹസ്ബൻഡ് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവിടെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് മാത്രം ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇവൻ്റെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ എന്താ പറയുക, തമാശയൊക്കെ പറഞ്ഞ് വൈറ്റ് ഷർട്ട് ഇട്ടത് സൂരജ്, ബ്ലാക്ക് ഷർട്ട് ഇട്ടത് ചെറിയ. സോ അങ്ങനെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് എൻട്രി ചെയ്തു അതിൻ്റെ അകത്ത്. ഞങ്ങളങ്ങനെ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ മുന്നിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഗൈസ് ഞങ്ങൾ ആകെ നിരാശരായി പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് ആയിരുന്നു. 6 മണിക്ക് ശേഷം അത് ഓപ്പൺ ആയിരിക്കില്ല. സോ നമുക്ക് 6 മണി വരെ എൻട്രി ചെയ്യാനുള്ള പെർമിഷനുള്ളൂ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും വൈകിപ്പോയിരുന്നു. അത് കാണാത്ത പക്ഷേ എനിക്ക് അതിൻ്റെ അകത്ത് എന്താണോ ഉള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോ എനിവേ ഞങ്ങൾ അത്രയും നിരാശരായതുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങി ഗൈസ്. ഇതാണ് ട്രംപോലൈൻ. സോ ഇതിൻ്റെ അകത്ത് ആദ്യം 2-3 പ്രാവശ്യം വീണു കേട്ടോ. കാരണം അത് സ്പ്രിങ് ആണ്, ബോത്ത് സൈഡിലും സ്പ്രിങ് ആണ്. അത് നമുക്ക് നോക്കിയാൽ കാണാം 2 സൈഡിലും സ്പ്രിങ് വെച്ചിരിക്കുന്നത്. അതിലിങ്ങനെ കിടന്ന് ചാടുമ്പോൾ നല്ല ഭംഗി, നല്ല രസമാണ് കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്. ഇവിടെ വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ ഇത്. ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ചാടാം. അവൻ്റെ കുറച്ച് മുതിർന്ന കുട്ടികളോ അവനേക്കാൾ കുറച്ച് മുതിർന്ന കുട്ടികളോ അല്ലെങ്കിൽ അഡൽട്ട്സോ അവൻ്റെ ഒപ്പം നിന്ന് ചാടാനൊന്നും പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ അവൻ തെറിച്ച് പോകും സ്പ്രിങ് പോലെ. സോ എന്തായാലും അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവനാണെങ്കിൽ കുത്തി മറിയായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് അവനെ അതിൻ്റെ അകത്തുനിന്ന്, പിന്നെ അതിൻ്റെ അകത്തുനിന്ന് വരാനുള്ള മടി കാരണം അവൻ്റെ പപ്പ അതിൻ്റെ അകത്തുനിന്ന് പൊക്കി എടുത്തുകൊണ്ട് വരും കേട്ടോ ചെയ്തത്.
അങ്ങനെ ഞങ്ങൾ സ്വിങ് ചെയറിൻ്റെ മുന്നിലെത്തി. അവിടെ ആദ്യം കൊണ്ട് എല്ലാം തൊട്ട് നോക്കിയാണ് പോകുന്നത് കേട്ടോ. അവന് തൊട്ട് എക്സ്പീരിയൻസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. അവനാണ് ഞങ്ങളെ ഇങ്ങനെ ആടുന്നത് കേട്ടോ. ഞങ്ങളാണെങ്കിൽ അതിൻ്റെ മണ്ടേ കയറിയിരുന്നു, അവൻ അതിൻ്റെ പുറകിൽ നിന്ന് ഇങ്ങനെ ആടുന്നുണ്ട്. സോ എന്താ പറയുക, അവിടെ നമുക്ക് ഒത്തിരി നല്ല ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലുപരി അത് നൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒത്തിരി സംസാരിക്കാനും എന്താ പറയുക, ഒരു കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷം നമുക്കവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പോകുന്നു. ജെറിനും സൂരജും ആണെങ്കിൽ അവർക്കും ഒരു ആഗ്രഹം അതിൽ കയറിയിരിക്കുന്നു. അങ്ങനെ അവരും കയറിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് റോപ്പ് ക്ലൈംബ്. നമുക്ക് എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അതിൻ്റെ മണ്ണിൽ കയറി ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റത്തേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. സോ അതിനകത്ത് ആദ്യംകൂട്ടം കയറാൻ ട്രൈ ചെയ്തു. ഇച്ചിരി ഡിഫിക്കൽറ്റി ആയിട്ട് തോന്നി കേട്ടോ അവന്. കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അവൻ അതിൻ്റെ അകത്ത് കയറിയപ്പം. വലിയ ആൾക്കാരും അതിനകത്ത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. കിഡ്സിന് മാത്രമല്ല, വലിയവർക്കും അത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. കുട്ടികളാണെങ്കിൽ മണ്ണിൽ കൂടെ കളിക്കാൻ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. മണ്ണിൽ കൂടെ കളിക്കാനാണ് അവർക്ക് ഇൻട്രസ്റ്റ്. ഇതിനകത്ത് കയറിയിട്ട് ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റത്തേക്ക് അവരൊക്കെ എത്തുന്നില്ല എന്ന് കണ്ടപ്പം അവർ പയ്യെ അത് ഉപേക്ഷിച്ച് മണ്ണിൽ കൂടെ കളിക്കാൻ തുടങ്ങി. അതിൻ്റെ താഴെയിട്ടിങ്ങനെ മണലാണ്, ആ മണ്ണിൽ കൂടെ കിടന്ന് കളിക്കാൻ വേണ്ടി തുടങ്ങി. സോ ആദ്യമാണെങ്കിൽ അതിൻ്റെ അകത്ത് ആദ്യത്തിന് ഞാൻ ചെറിയ കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ഭയങ്കര ഡിഫിക്കൽറ്റി ആയിട്ട് തോന്നി. ഇവരെ പോലെയുള്ള കിഡ്സിന് എന്തായാലും അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇച്ചിരിയും കൂടെ വലിയ കുട്ടികൾക്കോ അല്ലെങ്കിൽ അഡൽട്ട്സിനൊക്കെ ആണെങ്കിൽ അവർ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുമായിരുന്നു അവിടുന്ന്. എങ്കിലും അവർക്കൊരു എന്താ പറയുക, രസമാണ് അതിനകത്ത് കൂടെ. സോ എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആദ്യം പല കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അവിടുന്ന്. ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. ജിറിനാണെങ്കിൽ ആദത്തിനെ പിടിച്ചു പിടിയാണ്. അവനാണെങ്കിൽ നല്ല ഓട്ടമായിരുന്നു. ചെറിയ ലൈറ്റിങ്സും കാര്യങ്ങളും വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു മുൾച്ചെടിയാണ്, എല്ലാവർക്കും ഓർമ്മയുണ്ടാവുന്നു തോന്നുന്നു. കാരണം നാട്ടിലേക്ക് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് തുടരുതെന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരെ ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, തുടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞങ്ങളെല്ലാം കണ്ട് തിരിച്ച് നടക്കുന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്തത്. കാരണം ഞങ്ങൾ വന്ന സമയത്ത് ആ ഒരു പള്ളി ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പം അവിടെ ആ ഒരു മോസ്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ പള്ളി കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുന്നിൽ നിന്ന് ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ ഫോട്ടോസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റിങ്സ് ആയിരുന്നു. സോ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി നല്ല കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി. നമ്മളെവിടെ പോയാലും പുതുമയുള്ള കാര്യങ്ങളല്ലേ, നമ്മൾ ഓരോരോ സ്ഥലത്തും പല കാര്യങ്ങളല്ലേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ആദ്യത്തിൻ്റെ നടപ്പ് കണ്ടില്ലേ, അവനാണെങ്കിൽ ഇച്ചിരി എനർജി കിട്ടിയ പോലെയാണ് കേട്ടോ. അവനാണെങ്കിൽ ഇങ്ങനത്തെ കറക്കവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
സോ അവനും ഭയങ്കര ഇൻട്രസ്റ്റായി. അവനങ്ങനെ നടക്കുകയാണ്. നമ്മൾ നടക്കുന്ന വഴിയിൽ കൂടെ പോലും ആ ഒരു സൈഡിൽ നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, എന്താ ഞാൻ ഇറങ്ങുമ്പം സൗണ്ട് കേൾക്കാത്തത്. ഇവൻ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് കാർട്ടൂൺസിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് ഭയങ്കര സംശയം ചോദിക്കുകയായിരുന്നു, അമ്മ നമ്മൾ ഇറങ്ങുമ്പോൾ എന്താ സൗണ്ട് കേൾക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കീന്ന് സൗണ്ട് കേൾക്കേണ്ടതായിരുന്നല്ലോ, എന്താ സൗണ്ട്. എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും വിശപ്പൊക്കെ കയറി. ഞങ്ങൾ പയ്യെ KFC കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് നമ്മൾ KFC ഒക്കെ കഴിച്ചു. ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ അവന് ആദ്യത്തിന് ഇങ്ങനെ മേടിച്ച് കൊടുത്തിട്ടില്ല പുറത്തുനിന്ന് ഫുഡൊന്നും. സോ അങ്ങനെ ഞങ്ങളെല്ലാം ഭക്ഷണം എല്ലാം കഴിച്ച് ഞങ്ങൾ സംതൃപ്തരായി. ഓക്കെ, സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോയെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.